പൊതുവെ കാണുന്ന ഒരു ട്രെൻഡ് ഇലക്ട്രിക് വണ്ടിയിലേക്കുള്ള പെട്രോൾ വണ്ടിയിൽ നിന്നുള്ള ചേഞ്ച് ആണ്. പണ്ടൊക്കെ റോട്ടിൽ നമ്മൾ ഒന്നോ രണ്ടോ അപൂർവമായിട്ടാണ് ഇലക്ട്രിക് വണ്ടികൾ, അതും നോൺ രജിസ്റ്റേർഡ് വണ്ടികൾ കണ്ടിരുന്നത്. ഇന്നൊരു 10 വണ്ടിയിൽ 2 വണ്ടി ഇലക്ട്രിക് വണ്ടി ആയി മാറുന്ന രൂപത്തിൽ നമുക്ക് നമ്മുടെ റോഡുകൾ ചേഞ്ച് ആയിട്ടുണ്ട്. ആളുകൾ പൊതുവെ ഈ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ട്രെൻഡിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ പലപ്പോഴും പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്ന അതേ രീതിയിൽ ഇലക്ട്രിക് ഉപയോഗിക്കാം എന്ന രൂപത്തിലാണ് വരുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കമ്പാരിസണും അങ്ങനെയാണ് ആളുകൾ ചെയ്യുന്നത്. പൊതുവെ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട പറയുകയാണെങ്കിൽ അതിന്റെ ചാർജിങ് ആണ്. ചാർജിങ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. അതായത് ബാറ്ററി എന്ന് പറയുന്നത് ഡിസ്ചാർജിങ് വരുന്ന, അല്ലെങ്കിൽ നമുക്ക് കാലപ്പഴക്കത്തിൽ മെല്ലെ മെല്ലെ അതിന്റെ പവർ കുറഞ്ഞു വരുന്ന ഒരു ഐറ്റമാണ് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ചാർജിങ് കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ബാറ്ററി കമ്പനി പറയുന്ന സൈക്കിൾ നമുക്ക് കിട്ടും. അങ്ങനെ ചാർജിങ് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് സ്വെൽ ചെയ്യും. ഈ ലിഥിയം ബാറ്ററികളാണെങ്കിൽ നമുക്കൊരു 3-4 വർഷം കഴിയുമ്പോൾ പെട്ടെന്ന് അൺബാലൻസ് ആവും, അതിന്റെ സെല്ലുകൾ പെട്ടെന്ന് വീക്ക് ആവും. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ബാറ്ററികൾ പൊതുവെ ഡിപ്രിസിയേഷൻ വരാറുണ്ട്, അത് ഏത് ബാറ്ററി ആണെങ്കിലും. അപ്പോൾ ആ ബാറ്ററിക്കും നമുക്ക് കൃത്യമായ സർവീസ് ഉണ്ട്. 6 മന്ത്സിലും 1 ഇയറിലൊക്കെ നമ്മൾ ഡിസ്ചാർജിങ് ചെയ്യാറുണ്ട്, ബാലൻസിങ് ചെയ്യാറുണ്ട്. ബാറ്ററികൾ പൊതുവെ അതിന്റെ വെച്ചത് നമുക്ക് പലപ്പോഴും ഒരു വണ്ടിയിൽ ബാറ്ററി പ്ലേസ് ചെയ്ത് വർഷങ്ങളോളം അതേ പ്ലേസിൽ ഇങ്ങനെ വെച്ചിട്ട് ഓടുന്നതായിരിക്കും. അവിടെ ചിലപ്പോൾ തുരുമ്പ് റെസ്റ്റ് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെച്ച ആ രൂപത്തിൽ എപ്പോഴെങ്കിലും മാറ്റം വന്നിട്ട് ബാറ്ററി അടിക്കുന്നത്, അല്ലെങ്കിൽ ബാറ്ററിയുടെ അതിന്റെ കേസ് പ്രശ്നം വന്നിട്ടുണ്ടാവും. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് ബാറ്ററിയിലും സർവീസ് ഉണ്ട്. ഇസ്പോട്ട് എപ്പോഴും ശ്രദ്ധിക്കുന്നത് ആഫ്റ്റർ സെയിൽസ് ആണ്. വണ്ടി വിൽക്കുക എന്നതിനപ്പുറം വണ്ടി വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നന്നായിട്ട് സർവീസ് കൊടുക്കാം, ആ സർവീസ് എങ്ങനെയൊക്കെ നന്നായിട്ട് മാച്ച് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാറുള്ളത്. അതാണ് നമ്മളെ പൊതുവെ വ്യതിരിക്തമാക്കി നിൽക്കുന്നത്.